പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. കഴിഞ്ഞ സെക്ഷനിൽ നമ്മൾ ചിന്തിച്ചത് എന്താണ് ദൈവം നമ്മളെ തിരഞ്ഞെടുക്കാനുള്ള കാരണം, എന്തിനാണ് നമ്മളെ തിരഞ്ഞെടുത്തത്, എന്തിലേക്കാണ് നമ്മളെ വിളിച്ചത് എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് സംസാരിച്ചത്. ഇന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് നീതീകരണത്തെ പറ്റിയാണ്. എങ്ങനെയാണ് നമ്മളെ ദൈവം നീതീകരിക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് എന്നെ പുത്രന്റെ സദൃശ്യത്തിലേക്ക് മാറ്റുന്നത്? ഈ പുത്രന്റെ സദൃശ്യത്തിലേക്ക് മാറ്റുന്നതിന്റെ, അല്ലെങ്കിൽ പാപിയായ എന്നെ പുത്രന്റെ സദൃശ്യത്തിലേക്ക് മാറ്റുന്ന ആ പ്രോസസ്, അതിന് മുഴുവനായി വിളിക്കുന്ന പേരാണ് രക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ രക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാപിയായ എന്നെ ദൈവം പുത്രന്റെ സദൃശ്യത്തിലേക്ക്, നേച്ചറിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത്. ഈ രക്ഷയിലൂടെ ദൈവം നമ്മളെ പാപത്തിൽ നിന്ന് രക്ഷിക്കുക മാത്രമല്ല, അല്ലെ പാപം ക്ഷമിക്കുക മാത്രമല്ല, എന്നെ ഇനി ഒരിക്കലും പാപം ചെയ്യാൻ കഴിയാതെ എന്റെ നേച്ചർ മാറ്റി പുത്രന്റെ നേച്ചറാക്കി മാറ്റുകയാണ്. എനിക്ക് ആദാമ്യ നേച്ചറാണുള്ളത്. ആദാമിൽ നിന്ന് ജനിക്കപ്പെട്ട ഞാൻ ആദാമ്യ നേച്ചറാണ് എനിക്കുള്ളത്. അപ്പോൾ എന്നെ ഈ പുത്രന്റെ നേച്ചറിലേക്ക് മാറ്റുകയാണ് ദൈവം ചെയ്യുന്നത്. ഈ രക്ഷയുടെ ഒരു ശാസ്ത്രം നമുക്ക് റോമാലേഖനം 8-ാം അധ്യായത്തില് ഒരു വാക്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. റോമാലേഖനം 8-ാം അധ്യായം അതിന്റെ 30-ാമത്തെ വാക്യം. റോമാലേഖനം 8-ാം അധ്യായം 30-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ നമുക്ക് കാണാം: മുന്നേമിച്ചവരെ വിളിച്ചും വിളിച്ചവരെ നീതീകരിച്ചും നീതീകരിച്ചവരെ തേജസ്കരിച്ചും ഇരിക്കുന്നു. മുന്നേമനം, വിളി, നീതീകരണം, തേജസ്കരണം, അങ്ങനെ 4 കാര്യങ്ങളായിട്ടാണ് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഈ നീതീകരണം കഴിഞ്ഞ് ഇടയ്ക്കൊരു കാര്യമുണ്ട്, വിശുദ്ധീകരണമാണ്. അതിവിടെ കൊടുത്തിട്ടില്ലെങ്കിലും അവിടെ ബൈബിളിന്റെ മറ്റ് ഭാഗങ്ങളിൽ നിന്ന് നമുക്കത് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ ഈ ദൈവം നമ്മളെ മുന്നേമിച്ചു എന്ന് നമുക്ക് എഫേസ്യ ലേഖനം 1:4 വാക്യത്തിൽ കാണാൻ കഴിയും. നാം തന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ അവനിൽ തെരഞ്ഞെടുക്കുകയും തിരുഹിതത്തിന്റെ പ്രസാദപ്രകാരം യേശുക്രിസ്തു മുഖാന്തരം നമ്മെ ദത്തെടുക്കേണ്ടതിന് അവൻ പ്രിയനായവനിൽ നമുക്ക് സൗജന്യമായി നൽകിയ തന്റെ കൃപാമഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായി സ്നേഹത്തിൽ നമ്മെ മുൻനിയമിക്കുകയും ചെയ്തിരിക്കുന്നു. ദൈവം നമ്മളെ മുൻനിയമിച്ചിരിക്കുന്നു എന്ന് നമുക്ക് അവിടെ കാണാൻ കഴിയും. നിയമനം, അല്ലെ മുന്നറിവിനാലുള്ള മുൻനിയമനം, പ്രീ ഡെസ്റ്റിനേഷൻ എന്നാണ് പറയുന്നത്. ഈ പ്രീ ഡെസ്റ്റിനേഷൻ തീർച്ചയായിട്ടും പൂർണ്ണമായിട്ടും ദൈവത്തിന്റെ ഹിതമാണ്, ദൈവത്തിന്റെ ഇഷ്ടപ്രകാരമാണ് അത് ദൈവം ചെയ്യുന്നതായിട്ട്. അതിനകത്ത് ഒരു എന്താ പറയുന്നത്, കാരണങ്ങളും അവിടെ ഇല്ല എന്ന് നമുക്ക് കാണാൻ കഴിയും. ദൈവത്തിന്റെ പൂർണ്ണമായും കൃപയാൽ ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം ദൈവം മുൻനിയമിച്ചു എന്നുള്ളത്, അല്ലെങ്കിൽ തെരഞ്ഞെടുത്തു എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. സമയത്തിനും എല്ലാത്തിനും മുമ്പേ, സകല ഭൂമിയും ഉണ്ടാകുന്നതിന്, ലോകസ്ഥാപനത്തിന് മുമ്പേ ദൈവം ക്രിസ്തുവിൽ നമ്മളെ തെരഞ്ഞെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത്. സകലവും ഉളവാകുന്നതിന് മുമ്പേ ക്രിസ്തുവിൽ ദൈവം നമ്മളെ തെരഞ്ഞെടുത്തു. ഈ തെരഞ്ഞെടുത്ത ആൾക്കാരെയാണ് സുവിശേഷത്തിന്റെ വിളിയാൽ വിളിക്കപ്പെടുന്നത്. കൊരിന്ത്യർ ലേഖനം അതിന്റെ 1-ാം അധ്യായം 24-ാമത്തെ വാക്യത്തിൽ പറയുന്നു: വിളിക്കപ്പെട്ടവർക്ക് ഈ സുവിശേഷം ദൈവശക്തിയാകുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ വിളിക്കപ്പെട്ടവരുടെ അടുത്തേക്ക് ഈ സുവിശേഷം എത്തുമ്പോൾ അവർ അതിനാൽ വിശ്വസിക്കുവാനും നീതീകരിക്കപ്പെടുവാനും ഇടയാകും. അവരുടെ ഇടയിലേക്കാണ് ഈ സുവിശേഷത്തിന്റെ വിളി എത്തുന്നത്. ഈ സുവിശേഷത്തിന്റെ വിളി ഈ മുൻനിയമിക്കപ്പെട്ടവരുടെ ഇടയിലേക്ക് അവർക്ക് സുവിശേഷത്തിന്റെ ശക്തിയായി വെളിപ്പെടുകയും അവർ രക്ഷിക്കപ്പെടുകയും ചെയ്യുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ആ വിളിക്കപ്പെട്ടവർ ദൈവത്തിന്റെ മുന്നിൽ നീതീകരിക്കപ്പെടുകയും നീതീകരിച്ച് തേജസ്കരിക്കപ്പെടുകയും ചെയ്യുന്നതാണ്, ആ തേജസ്കരണത്തിലേക്ക് പോകുന്നതാണ് കാണാൻ കഴിയുന്നത്. ഇവിടെ 8-ാം അധ്യായം 30-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് ഒരു എറ്റേണൽ സംഭവത്തെയാണ്. അതായത് ക്രിസ്തുവിൽ മുൻനിയമിച്ചവരെ വിളിച്ചവരെ നീതീകരിച്ചവരെ തേജസ്കരിച്ചും ഇരിക്കുന്നു. ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നത് ഹി ജസ്റ്റിഫൈഡ്, ഹി ഓൾസോ ഗ്ലോറിഫൈഡ് എന്നാണ്. അതായത് തേജസ്കരിക്കപ്പെട്ടിരിക്കുന്നു. ക്രിസ്തുവിൽ ഒരിക്കലായി, എറ്റേണലി, നിത്യതയിൽ ഈ തെരഞ്ഞെടുക്കപ്പെട്ടവർ ക്രിസ്തുവിൽ അവർ നീതീകരിക്കപ്പെടുകയും തേജസ്കരിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു എന്നാണ് പറയുന്നത്. ഇതാണ് രക്ഷയുടെ ഒരു ഫുൾ പ്രോസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് മുൻനിയമനം, വിളി, നീതീകരണം, തേജസ്കരണം. ഈ ഫുൾ പ്രോസസ്സിലേക്കാണ്, പുത്രന്റെ സദൃശ്യത്തിലേക്ക്, തേജസ്കരണത്തിലേക്ക് ആണ് ഒരു വ്യക്തിയെ ദൈവം രക്ഷയുടെ പൂർവ്വസ്ഥിതിയിലേക്ക്, അല്ലെങ്കിൽ പൂർണ്ണ പെർഫെക്ഷനിലേക്ക് അവൻ എത്തിച്ചേരുന്നത് ക്രിസ്തുവിന്റെ സദൃശ്യത്തിലേക്കാണ്. ഇതിന്റെ വിളിയും
മുൻനിയമനത്തെ പറ്റിയും എന്തിന് ദൈവം നമ്മളെ എന്താണ് കാരണമെന്നും നമ്മളെ ദൈവം മുന്നേ നിയമിക്കുവാൻ നമുക്കുണ്ടായിരുന്ന കാരണം അല്ലെ എന്തിന് അതിന്റെ കാരണമെന്ന് നമുക്ക് ആ, കഴിഞ്ഞ ദിവസത്തിൽ നമ്മളത് കണ്ടു. വിളിയുടെ കാരണവും കണ്ടു. ഇനി എങ്ങനെയാണ് ദൈവം നമ്മളെ നീതീകരിക്കുന്നത്? ഇത് ഒരുപാട് എലബറേറ്റ് ചെയ്ത് പറയാനുള്ള ഒരു സബ്ജക്റ്റാണ്. പക്ഷെ വളരെ ചുരുക്കത്തിൽ ആ, പറയുകയാണ് ഞാനിവിടെ ചെയ്യുന്നത്. ദൈവം സഹായിച്ചു കഴിഞ്ഞാൽ പിന്നൊരിക്കൽ ഇതിനെ വളരെ ആ, വലുതായി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. ഇനി എങ്ങനെയാണ് ദൈവം നമ്മളെ നീതീകരിക്കുന്നത്? ദൈവത്തിന്റെ മുന്നിൽ എങ്ങനെയാണ് നമ്മൾ നീതീകരിക്കപ്പെടുന്നത്? എപ്പോഴാണ് നമ്മൾ നീതീകരിക്കപ്പെടുന്നത്? അല്ലെ നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. നമുക്കറിയാം, ഇപ്പോൾ ദൈവത്തിന്റെ നീതി അനുസരിക്കുന്നവരാണ് ദൈവം നീതീകരിക്കുന്നത്. കാരണം ബൈബിൾ പറയുന്നു, ഞാൻ വിശുദ്ധനായിരിക്കുന്ന പോലെ നിങ്ങളും വിശുദ്ധന്മാരാകണം എന്ന് ദൈവത്തിന്റെ ഡിമാൻഡാണ്. അപ്പൊ ദൈവം അനുസരണം കെട്ടവരായ നമ്മളെ, പാപികളായ നമ്മളെ ദൈവത്തിന്റെ പ്രമാണം തിന്നിട്ട് അനുസരിക്കാനാണ് പഴയ നിയമത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്, പറയുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ന്യായപ്രമാണം അത് അനുസരിക്കാനുള്ളതാണെന്ന് നമുക്കറിയാം. അപ്പോൾ ദൈവത്തിന്റെ നീതി നമ്മൾക്ക് ലഭിക്കണമെങ്കിൽ നമ്മൾ അനുസരിക്കുകയാണ് ചെയ്യേണ്ടത്, അല്ലെ? അപ്പോൾ ന്യായപ്രമാണം അനുസരിച്ചാൽ മാത്രം മതിയോ? അത് അങ്ങനെയാണ് പലപ്പോഴും യഹൂദന്മാർ പണ്ട് വിചാരിച്ചിരുന്നത്. പക്ഷേ ഈ ദൈവം യഹൂദന്മാർക്ക് ന്യായപ്രമാണം കൊടുത്തപ്പോൾ അവർ വിചാരിച്ചത് ഈ ന്യായപ്രമാണത്തിൽ പറഞ്ഞതൊക്കെ അനുസരിച്ചു കഴിഞ്ഞാൽ ദൈവത്താൽ പ്ലീസ്ഡ് ആകും എന്നാണ് വിചാരിച്ചത്. ദൈവത്താൽ പ്രസാദിപ്പിക്കപ്പെടും എന്നാണ് വിചാരിച്ചത്. പക്ഷെ ഈ ന്യായപ്രമാണത്തിനൊരു ആന്തരിക ഭാഗമുണ്ട്, മനസ്സിലാക്കാൻ കഴിയാത്ത, അനുസരിക്കാൻ കഴിയാത്ത ഒരു ആന്തരിക ഭാഗമുണ്ട്. അതായത് സാധാരണ മനുഷ്യർക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത ഈ ന്യായപ്രമാണം പൂർണ്ണമായി അനുസരിക്കുന്ന ഒരു വ്യക്തിക്ക് അത് ന്യായപ്രമാണം അനുസരിക്കുന്ന അതിനാൽ ജീവിക്കും എന്ന് ബൈബിളിൽ പറയുന്നുണ്ട്. അപ്പോൾ ന്യായപ്രമാണം അനുസരിക്കുന്നവൻ അതിനാൽ ജീവിക്കും, ദൈവത്തിന്റെ നീതി അവന്റെ മേലുണ്ടാവും, അല്ലെ? പക്ഷെ യഹൂദന്മാരും ലോകത്തിലെ എല്ലാ വിശ്വാസികളും, എനിക്കറിയത്തില്ല ഇവിടെ ഇത് കേൾക്കുന്ന ആൾക്കാർ ഈ ന്യായപ്രമാണം അനുസരിക്കാൻ ശ്രമിക്കുന്നവരാണോ എന്ന്. നമുക്കറിയാം, ദൈവത്തിന്റെ നീതി നമുക്ക് ന്യായപ്രമാണത്തിലൂടെ കാണാൻ കഴിയും. പക്ഷെ ഈ ന്യായപ്രമാണം പൂർണ്ണമായും ഒരു മനുഷ്യനും അനുസരിച്ച് പൂർത്തീകരിക്കാൻ കഴിയത്തില്ല എന്നുള്ളതാണ് ഒരു വാസ്തവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഈ അനുസരിക്കാൻ കഴിയാത്ത പ്രമാണം എന്തിനു വേണ്ടിയാണ് ദൈവം നമുക്ക് തന്നത്? അതുപോലെ തന്നെ ഈ ന്യായപ്രമാണത്തിനൊരു അനുസരിക്കാൻ പറ്റാത്തൊരു ഭാഗമുണ്ടെന്ന് ഞാൻ പറഞ്ഞുവല്ലോ. അതിനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരാൾ നമ്മുടെ കയ്യിൽ ഒരു മാമ്പഴം തന്നു, എന്നിട്ട് ഈ മാമ്പഴം മുഴുവനും കഴിക്കാൻ പറയുകയാണ്. ഈ മാമ്പഴത്തെ നമുക്ക് ഒരു നിമിഷം ന്യായപ്രമാണമായിട്ട് കാണാം. ഈ മാമ്പഴം നമ്മൾ കഴിക്കുമോ മുഴുവനും? നമ്മൾ കഴിക്കാൻ ശ്രമിക്കും. പക്ഷെ എനിക്ക് മുഴുവനായും ഈ മാമ്പഴം കഴിക്കാൻ കഴിയത്തില്ല. എന്താ കാരണം? ഈ മാമ്പഴത്തിന്റെ കുരു അത് ഞാൻ കഴിക്കത്തില്ല. ഈ മാംസമായ ഭാഗം മാത്രമാണ് കഴിക്കുന്നത്. കട്ടിയായുള്ള ഭാഗം കയ്പാണ്, അതെനിക്ക് കഴിക്കാൻ പറ്റത്തില്ല. ഇതുപോലാണ് ന്യായപ്രമാണം. യഹൂദന്മാരെ കിട്ടിയപ്പോൾ അവർ അതിന്റെ പുറമേയുള്ള മാംസമായ ഭാഗമാണ് കഴിച്ചതും കഴിക്കാൻ ശ്രമിച്ചതും. ഇതിന്റെ ആന്തരികമായ ആ കുരുവുള്ള ഭാഗം, സീഡ്, അത് കഴിക്കാൻ അവർക്ക് കഴിഞ്ഞിരുന്നില്ല. അപ്പോൾ ക്രിസ്തു ലോകത്ത് വന്ന് കാണിച്ചത് ഈ കഴിക്കാൻ പറ്റാത്ത ഭാഗമായിരുന്നു. അതായത് നീ സഹോദരന്റെ വസ്തുവകകൾ അല്ലെങ്കിൽ അവന്റെ സമ്പത്ത് പിടിച്ചു പറ്റുകയോ മോഷ്ടിക്കുകയോ ചെയ്യുന്നത് മാത്രമല്ല, അത് ആഗ്രഹിക്കുന്നതും പാപമാണ്. സഹോദരനെ മൂട എന്ന് വിളിച്ചു കഴിഞ്ഞാൽ ന്യായാധി സഭയുടെ മുന്നിൽ നിൽക്കും. അവനെ നിസ്സാരക്കാരനായി കണ്ട ന്യായാധി സഭയുടെ മുന്നിൽ നിൽക്കും. മൂടാന്ന് വിളിച്ച കൊലപാതകനാവും. അപ്പോൾ അതിന്റെ ആന്തരിക ഭാഗം ആണ് കർത്താവ് എടുത്ത് കാണിച്ചത്. ഹൃദയം കൊണ്ട് സ്ത്രീയെ മോഹിക്കുന്നവൻ വ്യഭിചാരം ചെയ്യുന്നു എന്നുള്ളത്. അപ്പൊ ഇങ്ങനെയുള്ള ഇതിന്റെ കണ്ണ് നിനക്ക് ഇടർച്ച വരുന്നുണ്ട്, ചൂഴ്ന്നു കളയുക എന്നുള്ളതും, ഇതിന്റെയൊക്കെ ആന്തരിക ഭാഗം, ദൈവത്തിന്റെ നീതിയുടെ ആന്തരിക ഭാഗം കർത്താവ് എടുത്ത് കാണിക്കുമ്പോൾ ഇതൊരു മനുഷ്യർക്കും അനുസരിക്കാൻ പറ്റാത്ത, എടുക്കാൻ പറ്റാത്ത ഒരു ഭാഗമായി, ഒരു പ്രമാണമായി മാറുന്നതാണ് നമുക്ക് അത് കാണാൻ കഴിയുന്നത്. അപ്പോൾ യഹൂദന്മാർക്ക് ക്രിസ്തുവിന്റെ ഈ നീതിയുടെ വെളിപ്പെടുത്തല് ഒരു ഇടർച്ചയായി മാറുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അവർ ഈ അനുസരിച്ച് വന്നപ്പോൾ, ക്രിസ്തുവിന്റെ നീതി കാണിച്ചപ്പോൾ, ക്രിസ്തു ന്യായപ്രമാണത്തിന് ആന്തരികം കാണിച്ചപ്പോൾ അവർ ഈ നീതിയിൽ തട്ടി വീഴുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്.
അവരാ പ്രവർത്തിച്ച് പ്രവർത്തിച്ച് അനുസരിച്ച് ശ്രമിക്കാൻ വന്നു. ക്രിസ്തുവിന്റെ ഈ നീതി കണ്ടപ്പോൾ എന്ത് ചെയ്തു? തട്ടി വീഴുന്നതാണ് നമുക്ക് കാണാൻ കഴിയും. ഇത് കഴിക്കാൻ കഴിയാത്ത ഒരു ഭാഗമായി, അനുസരിക്കാൻ കഴിയാത്ത ഒരു ഭാഗമായിട്ടാണ് നമുക്ക് ഈ പ്രമാണത്തിന്റെ ആന്തരികമായ ഭാഗത്തെ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് ന്യായപ്രമാണത്തെ പറ്റി യാക്കോബിന്റെ ലേഖനത്തിൽ പറയുന്നതാണ്. അത് ഒരു ഭാഗം അനുസരിക്കാതിരുന്നാൽ, ഒരു ന്യായപ്രമാണത്തിന്റെ ഒരു കാര്യം അനുസരിക്കാതിരുന്നാൽ എല്ലാം അനുസരിക്കാത്തത് പോലെയാണ്. അപ്പൊ എല്ലാം അനുസരിച്ച് വരുന്നു. അതിൽ ഏതിൽ ഒരെണ്ണം തെറ്റി കഴിഞ്ഞാൽ എല്ലാം തെറ്റിയതുപോലെയാണ്. അതാണ് ന്യായപ്രമാണത്തിന്റെ പ്രത്യേകത. അപ്പോൾ ഈ ന്യായപ്രമാണത്തിന്റെ നീതി ഒരിക്കലും ഒരു മനുഷ്യന് അനുസരിക്കാൻ കഴിയത്തില്ല. അതിന്റെ ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജഡം അത്ര ബലഹീനമാണ്. നമ്മുടെ ജഡം ഒരിക്കലും ന്യായപ്രമാണത്തിന് കീഴടങ്ങുന്നില്ല എന്നുള്ളതാണ്. ലേഖനം 8:7 ജഡത്തിന്റെ ചിന്ത ദൈവത്തോട് ശത്രുത്വമാകുന്നു, അത് ദൈവത്തിന്റെ ന്യായപ്രമാണത്തിന് കീഴ്പ്പെടുവാൻ കഴിയുന്നതുമില്ല. ഒരിക്കലും ന്യായപ്രമാണത്തിന് കീഴ്പ്പെടുവാൻ നമ്മുടെ ജഡം കൊണ്ട് കഴിയുകയില്ല. അത് അനുസരിക്കുവാൻ നമുക്ക് ദൈവത്തിന്റെ നീതിയാണല്ലോ ന്യായപ്രമാണം. ഈ ദൈവത്തിന്റെ നീതി അനുസരിക്കുന്നവരെയാണല്ലോ ദൈവം നീതീകരിക്കുന്നത്. ഈ നീതീകരിക്കപ്പെടുവാൻ ന്യായപ്രമാണം അനുസരിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്കതൊരിക്കലും കഴിയാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അത് ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് അത് നമുക്ക് കാണാൻ കഴിയുന്നത്. റോമാലേഖനം 3:20 പറയുന്നു, 20 പറയുന്നു, അതുകൊണ്ട് ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാൽ ഒരു ജഡവും അവന്റെ സന്നിധിയിൽ നീതീകരിക്കപ്പെടുകയില്ല. ന്യായപ്രമാണത്താൽ പാപത്തിന്റെ പരിജ്ഞാനം അത്രേ വരുന്നു. അപ്പോൾ പാപം എത്രത്തോളം ആഴമേറിയതാണ് നമ്മുടെ ഉള്ളിൽ എന്ന് മാത്രമേ ക്രിസ്തു ഈ ന്യായപ്രമാണത്തിന്റെ ആന്തരികം വെളിപ്പെടുത്തിയപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നുള്ളൂ. എന്റെ ഉള്ളിൽ പാപം മുഴുവനും ആയിരിക്കുന്നു എന്ന് ദാവീദ് പറഞ്ഞല്ലോ, ഞാൻ അമ്മയുടെ ഉദരത്തിലായിരിക്കുമ്പോഴേ പാപിയാണ് എന്നുള്ള ഒരു റവലേഷനിലേക്ക് ന്യായപ്രമാണം കൊണ്ടുവരുന്നുള്ളൂ. ഒരിക്കലും ന്യായപ്രമാണത്താൽ നമുക്ക് അനുസരണം തികയ്ക്കുവാൻ കഴിയുന്നതല്ല, ദൈവത്തിന്റെ മുന്നിൽ നീതീകരിക്കപ്പെടുവാനും കഴിയുന്നതല്ല. അപ്പോൾ നീതീകരിക്കപ്പെടാത്ത ഒരുവൻ എങ്ങനെ ദൈവത്തിന്റെ മകനായി മാറും, പുത്രനായി മാറും? എങ്ങനെ ഞാൻ സ്വർഗത്തിൽ പോകും? എങ്ങനെ ഞാൻ ദൈവത്തെ പ്രസാദിപ്പിക്കും? നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ആരും പാപം ചെയ്ത് പാപികളായി മാറിയതല്ല. നമ്മുടെ ഒരു പാപത്തിന്റെ നേച്ചറാണ് നമ്മളെ പാപം ചെയ്യിപ്പിക്കുന്നത്. അതായത് ഞാൻ പാപം ചെയ്തല്ല പാപിയായി മാറുന്നത്, എന്റെ ഉള്ളിൽ സ്വാഭാവികമായും പാപമാണ് വെറുതെ ഇരിക്കുമ്പോഴും വരുന്നത്. അതുപോലെ തന്നെ കാര്യമാണ്, നമുക്ക് ഒരിക്കലും നീതി ചെയ്ത് നീതിമാനാകാൻ കഴിയുന്നതല്ല. ആ ലേഖനം അതിന്റെ 7-ാം അധ്യായത്തില് അതിന്റെ 21 മുതലുള്ള വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, അങ്ങനെ നന്മ ചെയ്യുവാൻ ഇച്ഛിക്കുന്ന ഞാൻ തിന്മ എന്റെ പക്കലുണ്ട് എന്നൊരു പ്രമാണം കാണുന്നു. പൗലോസാണ് ഇവിടെ പറയുന്നത്, ഉള്ളം കൊണ്ട് ഞാൻ ദൈവത്തിന്റെ ന്യായപ്രമാണത്തിൽ രസിക്കുന്നു, എങ്കിലും എന്റെ ബുദ്ധിയുടെ പ്രമാണത്തോട് പോരാടുന്ന വേറൊരു പ്രമാണം ഞാൻ എന്റെ അവയവങ്ങളിൽ കാണുന്നു, അത് എന്റെ അവയവങ്ങളിലുള്ള പാപ പ്രമാണത്തിന് എന്നെ ബദ്ധനാക്കി കളയുന്നു. അപ്പൊ പൗലോസ് പറയാണ്, ഞാൻ ന്യായപ്രമാണത്തിൽ ബുദ്ധി കൊണ്ട് രസിക്കുന്നു. അതായത് ന്യായപ്രമാണം നല്ലതാണെന്നും ദൈവത്തിന്റെ നീതിയാണെന്നും എല്ലാം നമുക്ക് എല്ലാവർക്കും അറിയാം. അത് നമ്മളെല്ലാം അനുസരിക്കാൻ ശ്രമിക്കുന്നതുകൊണ്ട് അതിൽ നമ്മൾ രസിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ ഇത് അനുസരിക്കാൻ പറ്റുന്നില്ല. കാരണം എന്റെ ശരീരത്തിൽ ഒരു അവയവത്തിൽ ഒരു പ്രമാണം വസിക്കുന്നു. ഞാൻ ഇഷ്ടപ്പെടുന്നതിനെയല്ല ഞാൻ ചെയ്യുന്നത്, ഇച്ഛിക്കുന്നതിനെയല്ല ചെയ്യുന്നത്. എനിക്ക് ഞാൻ എത്ര ദേഷ്യപ്പെടരുതെന്ന് ആഗ്രഹിച്ചാലും, എത്ര ഉള്ളുകൊണ്ട് മോഹിക്കരുതെന്ന് ആഗ്രഹിച്ചാലും മോഹിച്ചു പോകുന്നു. കാരണം എന്താണ്? അതെന്റെ നേച്ചറാണ്, അതെന്റെ സ്വഭാവമാണ്, അതിന്റെ ഉള്ളിൽ പാപം വസിക്കുന്നു എന്നുള്ളതാണ് അതിന്റെ തെളിവ് എന്ന് പൗലോസ് പറയുന്നു. ഞാൻ പാപത്തിന്റെ അടിമയാണ്. അടിമയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അടിമയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നും അവന് ചെയ്യാനില്ല, ഓപ്ഷനില്ല. പാപം ചെയ്യുക എന്ന് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. പൗലോസ് പറയാണ് 24-ാമത്തെ വാക്യത്തിൽ, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആർ വിടുവിക്കും? അപ്പോൾ ഈ ശരീരം മരണത്തിന് മാത്രം യോഗ്യമായതാണ്. എന്നെ കൊണ്ട് ക്രിസ്തുവിന്റെ നീതി അനുസരിക്കുവാനോ ന്യായപ്രമാണം അനുസരിക്കുവാനോ ഒന്നും കഴിയുന്നതല്ല. ഞാൻ എന്റെ പ്രവൃത്തിയാൽ ഒരിക്കലും ദൈവത്തിന്റെ മുന്നിൽ നീതീകരിക്കപ്പെടില്ല. കാരണം എനിക്കൊരു സിൻഫുൾ നേച്ചറാണുള്ളത്. എനിക്ക് പാപം ചെയ്യാൻ മാത്രമേ കഴിയുകയുള്ളൂ, അറിയത്തുള്ളൂ എന്നാണ് പൗലോസ് പറയുന്നത്. പലപ്പോഴും പല ആൾക്കാരും ഇതിനെ പറയുന്നത് പൗലോസ് രക്ഷിക്കപ്പെടുന്നതിന് മുമ്പുള്ള അവസ്ഥയാണെന്ന്. നമുക്ക് യോഹന്നാന്റെ ലേഖനത്തിൽ കാണാൻ കഴിയും, കുഞ്ഞുങ്ങളെ, നിങ്ങൾ ആരെങ്കിലും ഒരുവൻ പാപമില്ല നിങ്ങളിൽ എന്ന് പറയുകയാണെങ്കിൽ അവർ ദൈവത്തെ അസത്യവാദിയാക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ദൈവമാണ് നമ്മൾ പാപം വസിക്കുന്നു എന്നുള്ളത് സത്യമാണ്. നമ്മൾ മരിക്കുന്നുണ്ട്, കാരണം നമ്മുടെ അവയവം പാപത്താൽ നിറയപ്പെട്ടതാണ്. അപ്പോൾ പാപം വസിക്കുന്ന ഒരു മനുഷ്യൻ, അവൻ ഒരിക്കലും ആ പാപത്താൽ നിയന്ത്രിക്കപ്പെടുന്നിടത്തോളം കാലം, അല്ലെങ്കിൽ പാപം വസിക്കുന്നിടത്തോളം കാലം അവൻ പാപം ഇല്ല എന്ന് പറയാൻ കഴിയത്തില്ല. അപ്പോൾ അവന്റെ പ്രവൃത്തിയാൽ ഒരിക്കലും, ഈ പാപം വസിക്കുന്നിടത്തോളം കാലം അവന്റെ പ്രവൃത്തിയാൽ ഒരിക്കലും അവന് ദൈവത്തിന്റെ മുന്നിൽ നീതീകരിക്കപ്പെടുവാൻ കഴിയുകയില്ല എന്നുള്ളതാണ് വാസ്തവം. ഇങ്ങനെ ഒരു പാപത്തിന് അടിമയായ ഒരാൾ എങ്ങനെ ദൈവത്തിന്റെ മകനായി മാറും? എങ്ങനെ ദൈവത്താൽ നീതീകരിക്കപ്പെടും എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. ന്യായപ്രമാണം നമുക്കൊരു എക്സാം ആയി കാണാം.
ഈ എക്സാമിൽ നൂറിൽ 100 വാങ്ങിക്കുന്നവർ മാത്രമാണ് പരീക്ഷ പാസ്സാകുന്നത്. 99 വാങ്ങിച്ചാൽ പോരാ, 98 വാങ്ങിച്ചാൽ പോരാ, 100ൽ 100 വാങ്ങിക്കണം. അപ്പോൾ ന്യായപ്രമാണം എന്നുള്ളത് ഒരെണ്ണം അനുസരിച്ച് 99 അനുസരിച്ചിട്ട് ഒരെണ്ണം അനുസരിക്കാതിരുന്ന അവൻ പാപിയാണ്. ദൈവത്തിന് അത് മതി അവനെ നരകത്തിലിടാൻ. അപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നീതി ചെയ്ത് വരുവാണ്, എന്നിൽ ഒരു പാവവും. ഇപ്പൊ ഞാൻ മരിക്കാൻ പോവുകയാണ്, ഇനി ഏതാനും നിമിഷത്തിനുള്ളിൽ മരിക്കും, ഞാൻ സ്വർഗത്തിൽ പോകും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം എന്റെ പ്രവൃത്തി ഇതുവരെയുള്ള എല്ലാം നല്ലതാണ്. അപ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ കിടക്കാൻ നേരം പെട്ടെന്ന് എന്റെ മകനെയും മകളെയും ഒക്കെ കണ്ടിട്ട് ഇവരുടെ ഭാവി കാര്യം എന്താകും എന്ന് ഓർക്കുകയാണ്. അപ്പോൾ ഇവരുടെ മകന്റെ അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ ഈ മരിക്കാൻ കിടക്കുന്ന ആളായ ആ വ്യക്തിയുടെ എങ്കിൽ മരിക്കാൻ കിടക്കുന്ന വ്യക്തിയായ ഞാൻ ഇങ്ങനെ ആലോചിക്കുകയാണ്. എനിക്ക് മകനുണ്ടെന്ന് വിചാരിക്കുക. അപ്പൊ എന്റെ മകന്റെ ജീവിതത്തോട് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്ന, അവന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ അവനെതിരെ ശത്രുവായി നിൽക്കുന്ന ഒരു സഹോദരനെ പറ്റി അവനെ കൊല്ലുവോ എന്നുള്ള ഓർത്ത് ഞാൻ പേടിക്കുകയാണ്, അവനോട് ദേഷ്യം വെക്കുകയാണ്. അല്ലെങ്കിൽ എന്തേലും ചെറിയൊരു കാര്യം എന്റെ ഉള്ളിൽ ഒരു തോട്ട് തോന്നുകയാണ്, ഒരു പാപം തോന്നുകയാണ്, ഒരു അസൂയ തോന്നുകയാണ്, ഒരു കുശുമ്പ് തോന്നുകയാണ്, അല്ലെങ്കിൽ ഒരു പിണക്കം തോന്നുകയാണ്. നമുക്കറിയാം റോമാലേഖനം 1-ാം അധ്യായത്തിൽ ഒരു വലിയ ലിസ്റ്റ് പറയുന്നുണ്ട്. ആ ലിസ്റ്റ് ഞാൻ ഇവിടെ പറയുന്നില്ല. റോമാലേഖനം 1-ാം അധ്യായം അതിന്റെ 30 മുതലുള്ള വാക്യം, 29 മുതലുള്ള വാക്യത്തില് നമുക്ക് കാണാൻ കഴിയും. ഒരു വലിയ ലിസ്റ്റ് പറയുന്നുണ്ട്. ദുർബുദ്ധിയും നിറഞ്ഞൊരു അസൂയ, കൊല, പിണക്കം, കപടം, ദുശീലം, ഒരു വലിയ ലിസ്റ്റ് പറയുന്നുണ്ട്. ആ ലിസ്റ്റ് ഏതെങ്കിലും ഒരെണ്ണം നമ്മുടെ ഉള്ളിൽ തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ ഭാവിയായി ദൈവം നമ്മളെ നരകത്തിൽ ഇട്ട് കളയാൻ അത് മതി. അപ്പോൾ ആ ഒരു അവസാന നിമിഷത്തിൽ ഈ വ്യക്തി അല്ലെങ്കിൽ ഞാൻ എന്ന് പറയുന്ന വ്യക്തി പാപം ചിന്തിക്കുകയാണ്. അപ്പോൾ എന്ത് ചെയ്യും ഞാൻ? ദൈവം എന്നെ എന്ത് ചെയ്യണ്ടേ? അത് മതി ദൈവത്തിന് എന്നെ നരകത്തിലിട്ട് കളയാൻ. അപ്പോൾ അനുസരണം എന്നെ ഒരിക്കലും, ഈ ന്യായപ്രമാണത്തിന്റെ അനുസരണം അല്ലെങ്കിൽ നീതി എനിക്ക് അനുസരിച്ച് പാസ്സാകുവാൻ ഒരിക്കലും കഴിയും. ന്യായപ്രമാണം എന്ന എക്സാം ഞാൻ പറഞ്ഞല്ലോ, 100ൽ 100 വാങ്ങിക്കണം. അത് നമ്മൾ അതിലെങ്ങനെയും നമ്മൾ തെറ്റിക്കും. നമ്മൾ ആ പ്രവൃത്തിയിൽ അന്വേഷിച്ച് കഴിഞ്ഞാൽ എവിടെയെങ്കിലും നമ്മൾ കൊണ്ടുപോയി തെറ്റിക്കും. അപ്പോൾ ഇവിടെ സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദൈവം എന്താണ് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ എക്സാം ഉണ്ടല്ലോ, ന്യായപ്രമാണം എന്ന് പറഞ്ഞ ഈ എക്സാം, ഈ പരീക്ഷ നമുക്ക് പകരമായി വേറെ ഒരാൾ എഴുതുകയാണ്. ഈ സ്കൂളിലൊക്കെ നമുക്ക് കാണാൻ കഴിയും, സ്ക്രൈബ് എന്ന് പറയുന്നൊരു പരിപാടിയുണ്ട്. അതായത് ഈ എന്തേലും ഡിസബിലിറ്റീസ് ഉള്ള കുട്ടികൾക്ക് അവർക്ക് പകരമായി വേറെ ഒരാൾ എക്സാം എഴുതും. അപ്പോൾ ആ ആള് പഠിച്ചുകൊണ്ട് വന്ന നല്ല കഴിവുള്ള ആളാണെങ്കിൽ അയാൾ എക്സാം എഴുതും. ആ കുട്ടികൾക്ക് പകരമായി ആ എക്സാം എഴുതി അവരെ ജയിപ്പിക്കും. ഇതുപോലെ തന്നെ നമുക്ക് പകരമായി ഒരാൾ വരുന്നു. ആരാണത്? ക്രിസ്തുവാണ്. ക്രിസ്തു നമുക്ക് പകരമായി വന്ന് ഈ ന്യായപ്രമാണം പൂർണ്ണമായി നിവർത്തിക്കുക. അതാ കർത്താവ് പറഞ്ഞു, ഞാൻ ന്യായപ്രമാണം നീക്കാനല്ല വന്നത്, നിവർത്തിക്കാനാണ് വന്നത്. അപ്പൊ കർത്താവ് ലോകത്ത് വന്നിട്ട് ഒരു അനുസരണം തന്റെ ജീവിതകാലത്ത് നടത്തുകയും ആ അനുസരണം ന്യായപ്രമാണത്തിന് നിവൃത്തിയായിരുന്നു. ആ ന്യായപ്രമാണം കർത്താവ് നിവർത്തിച്ച് എനിക്ക് പകരമായി ഈ എക്സാം എഴുതി 100ൽ 100 മാർക്ക് വാങ്ങിക്കുകയും ചെയ്യുകയാണ്. എന്നിട്ട് എന്താണ് ചെയ്യുന്നത്? ഈ 100ൽ 100 മാർക്ക് വാങ്ങിച്ച ഇതുണ്ടല്ലോ, കാരണം പറയുകയാണെങ്കിൽ എന്റെ പേരിലാണ് ഇപ്പൊ സ്ക്രൈബ് എഴുതുമ്പോൾ ഈ കുട്ടി ഡിസബിലിറ്റി ഉള്ള കുട്ടിയാണെങ്കിൽ ഈ കുട്ടിയുടെ പേരിലാണ് അയാൾ ആ സ്ക്രൈബ് എഴുതുന്നത്. അപ്പൊ സ്ക്രൈബ് എഴുതുമ്പോൾ ആ ഡിസബിലിറ്റി ഉള്ള കുട്ടിയുടെ പേരിലാണ് അയാൾ എഴുതുന്നത്, അല്ലാതെ അയാളുടെ പേരിലല്ല എഴുതുന്നത്. ഇപ്പൊ ക്രിസ്തു ലോകത്ത് വന്ന് അനുസരണ തികച്ചപ്പോൾ അത് ആരാണോ തന്നിൽ വിശ്വസിക്കുന്നത് അവർക്ക് വേണ്ടിയാണ് താൻ ആ അനുസരണം തികയ്ക്കുന്നത്. കുറച്ചുകൂടെ വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞാൽ, ക്രിസ്തു എന്റെ പേരിൽ ഈ എക്സാം എഴുതുകയാണ്. ഇപ്പൊ എന്റെ പേര് അർജുൻ എന്നാണ്. അർജുന്റെ പേരിൽ ഈ എക്സാം എഴുതുകയാണ്. ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പേര് ഉത്തരക്കടലാസിന്റെ സൈഡിൽ അർജുൻ എന്ന് പേരും എഴുതിയിട്ട് എന്റെ പേരിൽ എക്സാം എഴുതുവാണ്. എഴുതുമ്പോൾ 100ൽ 100 മാർക്കും വാങ്ങിക്കുകയാണ്. അപ്പൊ എന്റെ പേരിലാണ് എക്സാം എഴുതിയത്. അപ്പോൾ 100ൽ 100 മാർക്ക് കിട്ടുന്ന ആർക്കാണ്? ക്രിസ്തുവിനാണോ കിട്ടുന്നത്? എനിക്കാണോ കിട്ടുന്നത്? എനിക്കാണ് കിട്ടുന്നത്. എനിക്ക് അങ്ങനെയാണ് ഈ നീതി ലഭിക്കുന്നത്. എനിക്ക് പകരമായി ക്രിസ്തു ഈ എക്സാം എഴുതി 100ൽ 100 മാർക്ക് വാങ്ങിക്കുകയും എന്നെ ജയിപ്പിക്കുകയുമാണ് ചെയ്യുന്നത്. അതായത് ക്രിസ്തു എഴുതി ക്രിസ്തുവിന്റെ നീതി എനിക്ക് തന്നു. ഇത് മാത്രം തന്നാ മതിയോ? ഞാൻ ഇന്നേ വരെ ജീവിച്ച ഒരു ജീവിതത്തിലെ കുറെ പ്രശ്നങ്ങളുണ്ടായിരുന്നു, പാപം ഉണ്ടായിരുന്നു, അതിനൊക്കെ ശിക്ഷയുണ്ട്. കാരണം പാപം ചെയ്ത ദേഹി മരിക്കണം എന്ന് ബൈബിൾ പറയുന്നു. മരണം എന്ന് പറയുന്നത് ശിക്ഷ എനിക്കുണ്ട്. അത് ഞാൻ സ്വീകരിച്ചേ മതിയാവും. അല്ലെങ്കിൽ ദൈവം അത് വെറുതെ കളയാൻ കഴിയത്തില്ല. അല്ലെ ദൈവത്തെ ദൈവം എന്ന് വിളിക്കാൻ കഴിയത്തില്ല. നീതിമാനെന്ന് ദൈവം നീതിയല്ല ചെയ്യുന്നതെന്നേ തോന്നത്തുള്ളൂ. അപ്പോൾ എന്റെ ശിക്ഷ ഒരാളെ ഏറ്റുവാങ്ങണം.
ഇപ്പൊ എന്റെ പാപത്തിന്റെ ശിക്ഷ ഒരാൾ ഏറ്റുവാങ്ങേണ്ടതായിട്ടുണ്ട്. ഒരു ഉദാഹരണം പറയാം. ഞാൻ ഒരു 10 ലക്ഷം രൂപയുടെ കടക്കാരനായിരുന്നു എന്ന് വിചാരിക്കുക. ഈ 10 ലക്ഷം രൂപ എനിക്ക് കൊടുത്തു തീർക്കാൻ കഴിയത്തില്ല. അപ്പോൾ വേറൊരാൾ വരികയാണ്, ഈ 10 ലക്ഷം രൂപ അയാള് കൊടുക്കുകയാണ്, എന്നിട്ട് എന്നെ ഇതിൽ നിന്ന് വിമോചിക്കുകയാണ്. അപ്പൊ ഈ 10 ലക്ഷം രൂപ കൊടുത്തപ്പോൾ ഇനി ഞാൻ 10 ലക്ഷത്തിന് കടക്കാരനല്ല. അത് ആര് കൊടുത്താലും എന്റെ പേരിൽ കൊടുത്തതുകൊണ്ട് എന്റെ പേരിലാണ് കൊടുക്കുന്നത്. അപ്പോൾ ഈ റെസീപ്റ്റ് എനിക്ക് അവർ തരികയാണ്, ഈ പണം സ്വീകരിച്ചു, ഇയാൾ ഇനി ഫ്രീ ആണ്, 10 ലക്ഷം രൂപ കിട്ടി എന്നുള്ള റെസീപ്റ്റും എനിക്ക് കിട്ടി. അപ്പൊ ഞാൻ കടക്കാരനല്ല ഇനി മുതൽ ആ വ്യക്തിക്ക്. ഇതുപോലെ തന്നെ ദൈവത്തിന് ഒരു കടം എനിക്ക് കൊടുക്കുക, അതായത് അത് എന്താണ്, ഞാൻ ദൈവത്തോട് പാപം ചെയ്തു എന്നുള്ളതാണ്. ക്രിസ്തു വന്നിട്ട് എന്താ ചെയ്തതെന്നറിയോ? എന്റെ മേലുള്ള സകല ശിക്ഷയും കർത്താവ് ഒരൊറ്റ നിമിഷം ക്രൂശിൽ സഹിച്ചു. അങ്ങനെ കർത്താവ് സ്വയം ശിക്ഷ എനിക്ക് വേണ്ടി സ്വീകരിക്കുകയാണ് ക്രൂശിൽ ചെയ്തത്. എന്നിട്ട് ക്രിസ്തുവിന്റെ നീതി എന്ത് ചെയ്തു? എനിക്ക് തന്നു. അങ്ങനെ ഞാൻ ദൈവത്തിന്റെ മുന്നിൽ നീതിമാനും പാപത്തിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെട്ട ആളുമായി തീർന്നു. ഇങ്ങനെ 3-ാം അധ്യായം 21-ാമത്തെ വാക്യം, ഇപ്പോഴോ ദൈവത്തിന്റെ നീതി വിശ്വസിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താലുള്ള ദൈവനീതി തന്നെ ന്യായപ്രമാണം കൂടാതെ വെളിപ്പെട്ടു വന്നിരിക്കുന്നു. അപ്പോൾ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു മനുഷ്യൻ, അവൻ എനിക്ക് വേണ്ടി മരിച്ചു എന്നും എന്റെ പാപങ്ങൾക്കായി മരിച്ചു എന്നും വിശ്വസിക്കുന്ന ഒരു മനുഷ്യന് എന്തുണ്ട്? പാപം. 3-ാം അധ്യായം 13-ാമത്തെ വാക്യത്തിൽ പറഞ്ഞു, യേശു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. ഗലാത്യലേഖനം 3:13, മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവൻ എന്ന് എഴുതിയിരിക്കുന്നത് പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു, ന്യായപ്രമാണത്തിന്റെ ശാപത്തിൽ നിന്ന് നമ്മെ വിലക്കി വന്നു. അപ്പൊ യേശുക്രിസ്തു എന്നെ ന്യായപ്രമാണത്തിന്റെ ശാപത്തിൽ നിന്ന്, ശാപം എന്ന് പറഞ്ഞ, ഞാൻ ദൈവത്തിന് കടക്കാരനായിരുന്നു, ഞാൻ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാൽ ന്യായപ്രമാണത്താൽ അനുസരണക്കേട് കാണിച്ച് ശപിക്കപ്പെട്ടവനായി ഇരിക്കുന്നവനായിരുന്നു. ദൈവം എന്റെ മേൽ മരണശിക്ഷ വിധിച്ചവനാണ്. ആ എന്നെ ക്രിസ്തു താൻ ആ മരണശിക്ഷ ഏറ്റെടുത്തുകൊണ്ട്, ആ ശാപം ഏറ്റെടുത്തുകൊണ്ട് എന്നെ അതിൽ നിന്ന്, ആ കടത്തിൽ നിന്ന് വിടുവിച്ചു. അത് 2 കൊരിന്ത്യ ലേഖനം അതിന്റെ 5-ാം അധ്യായം 21-ാമത്തെ വാക്യത്തിൽ പറയുന്നവനെ നാം അവനിൽ ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപം ആക്കി. ദൈവം നമുക്ക് വേണ്ടി ക്രിസ്തുവിനെ പാപമാക്കി, സ്വയം താൻ പാപം സ്വീകരിച്ചു, നമ്മുടെ ശിക്ഷ സ്വീകരിച്ചു സ്വയം. അതുകൊണ്ട് നമ്മളെ നീതിമാനാക്കേണ്ടതിന്, നമ്മളെ നീതീകരിക്കേണ്ടതിന് ക്രിസ്തു നമുക്ക് വേണ്ടി പാപമായി തീർന്നു. എന്നിട്ട് നമുക്ക് വേണ്ടി റോമാലേഖനം 3:21 നമുക്കറിയാം, അവൻ നമുക്ക് വേണ്ടി നീതിയായി തീർന്നു. അപ്പോൾ ക്രിസ്തു ദൈവത്തിന് പകരം എനിക്ക്, എന്റെ മുന്നിൽ, ഞാൻ ദൈവത്തിന് കടക്കാരനായിരുന്നു, എന്റെ കടം മുഴുവൻ ക്രിസ്തു ക്രിസ്തുവിന്റെ മരണത്തിലൂടെ എന്നെ അതിൽ നിന്ന് പൂർണ്ണമായും വിമോചിപ്പിക്കുകയും തന്റെ അനുസരണത്തിലൂടെ എന്നെ നീതീകരിക്കുകയും ചെയ്യുന്നു. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ക്രിസ്തു എനിക്ക് പകരക്കാരനായി മാറുകയാണ്. എന്റെ മേലുള്ള ശിക്ഷ ക്രിസ്തു ഏറ്റെടുത്തു. എന്നെ നീതീകരിക്കുന്നത് എനിക്ക് പകരം ക്രിസ്തു അനുസരിച്ചു എന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് പകരം ക്രിസ്തു എനിക്ക് വേണ്ടി നീതിയായി മാറുന്നു എന്നുള്ളതാണ്. ഞാൻ എങ്ങനെയാണ് ഇത് ആക്സസ് ചെയ്യുന്നത്? വിശ്വാസത്താൽ. ഞാൻ ക്രിസ്തു അല്ല, ഞാനല്ല, ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു എന്ന് വിശ്വസിക്കുമ്പോൾ ക്രിസ്തുവിന്റെ നീതി എനിക്കാകുകയും എന്റെ മരണശിക്ഷ, എന്റെ ശിക്ഷ ക്രിസ്തു ഏൽക്കുകയാണ് ചെയ്യുന്നത്. ഇനി എന്റെ പേര്, അല്ലെങ്കിൽ ദൈവത്തിന്റെ മുന്നിൽ ദൈവം നോക്കുമ്പോൾ എന്നെ കാണുന്നത് ക്രിസ്തുവിനെ പോലെയാണ് കാണുന്നത്. ക്രിസ്തുവിന്റെ നീതി സൗജന്യമായി എനിക്ക് ലഭിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഞാൻ പുത്രനായി മാറുന്നത്? റോമാലേഖനം 8-ാം അധ്യായം അതിന്റെ 15 മുതലുള്ള വാക്യത്തിൽ പറയുന്നത്, നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്വത്തിന്റെ ആത്മാവിനെ അല്ല, നാം അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. നാം ദൈവത്തിന്റെ മക്കൾ എന്ന് ആത്മാവ് താനും നമ്മുടെ ആത്മാവോടുകൂടെ സാക്ഷ്യം പറയുന്നു. നാം മക്കളെങ്കിലോ അവകാശികളാകുന്നു. അപ്പോൾ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നതിലൂടെ ഞാൻ വിശ്വസിക്കുകയാണ്. ഗലാത്യ ലേഖനം 2-ാം അധ്യായത്തിൽ, ഇനി ഞാനല്ല, ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു എന്ന് വിശ്വസിക്കുമ്പോൾ ക്രിസ്തുവിന്റെ ആത്മാവ് എന്റെ ഉള്ളിൽ വരികയും
എന്നെ അപ്പോൾ ക്രിസ്തുവിന്റെ ആത്മാവ് വരുമ്പോൾ സ്വാഭാവികമായും ഞാൻ പുത്രനായി മാറുകയാണ്. ആ പുത്രന്റെ റോളിലേക്ക് വരികയാണ്. അതുപോലെ തന്നെ ക്രിസ്തുവിന്റെ ആത്മാവ് എനിക്ക് തരുമ്പോൾ ക്രിസ്തുവിന്റെ അതേ നീതിയിലേക്ക് തന്നെ ഞാനും കടക്കുകയാണ്. എന്നിട്ട് ഞാൻ എന്താണ് പറയുന്നത്? ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. എന്റെ പഴയ മനുഷ്യൻ അർജുൻ എന്ന വ്യക്തി ഇനി ഇല്ല. അർജുൻ എന്ന വ്യക്തി ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുകയും ചെയ്യുകയാണ്. ഈ വിശ്വാസത്താലാണ് ഞാൻ ദൈവത്തിന്റെ മുന്നിൽ നീതീകരിക്കപ്പെടുന്നത്. ആ നിമിഷം തന്നെ ദൈവത്തിന്റെ മുന്നിൽ ഞാൻ നീതീകരിക്കപ്പെടുകയും ചെയ്യുകയാണ്. അതിൽ റോമാലേഖനം അതിന്റെ 4-ാം അധ്യായത്തിൽ അതിന്റെ 24-ാമത്തെ വാക്യത്തിൽ പറയുന്നു, നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം അവൻ മരണത്തിന് ഏൽപ്പിച്ചു. യേശുക്രിസ്തു എന്റെ പാപം നിമിത്തം മരിക്കപ്പെട്ടുവെന്നും എന്നെ നീതീകരിക്കേണ്ടതിനായി, നമ്മുടെ നീതീകരണത്തിനായി ഉയർപ്പിച്ചുമിരിക്കുന്നു. നമ്മുടെ കർത്താവായ യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവനിൽ വിശ്വസിക്കുന്ന നമുക്കും കണക്കിടുവാനുള്ളതാകയാൽ തന്നെ. അപ്പോൾ യേശുക്രിസ്തുവിന്റെ മരണത്തിന്റെ ഉയർപ്പ്, കർത്താവിനെ ഉയർപ്പിച്ച പിതാവാണ് ഉയർപ്പിച്ചത്. അത് എന്താണ് അവിടെ നടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ക്രിസ്തു ഒരു യാഗം പിതാവിന്റെ മുന്നിൽ ലോകത്തിൽ താൻ സ്വയം യാഗമായി ദൈവത്തിന്റെ മുന്നിൽ, അപ്പോൾ യാഗമായി ദൈവത്തിന്റെ മുന്നിൽ തകർക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ യാഗം എന്താണ് പറയുന്നത്? ക്രിസ്തു സ്വയം പറയുകയാണ്, ഞാൻ ഇവരുടെ പാപത്തിനു വേണ്ടി, തന്നിൽ വിശ്വസിക്കാനിരിക്കുന്നവരുടെ പാപത്തിനു വേണ്ടി മരിക്കുകയാണ്. അപ്പോൾ അത് യാഗമാണ് ദൈവത്തിന്റെ മുന്നിൽ. ആ യാഗം ദൈവം അംഗീകരിക്കുന്നത് പുത്രനെ തന്നെ ഉയർപ്പിക്കുന്നതിലൂടെയാണ് ദൈവം അംഗീകരിക്കുന്നത്. അപ്പോൾ ആ ഉയർപ്പ് പിതാവായ ദൈവം പുത്രനെ ഉയർപ്പിക്കുന്നതിലൂടെ തന്റെ യാഗത്തെ ദൈവം അംഗീകരിച്ചുവെന്നും താൻ വിശ്വസിക്കാനിരിക്കുന്നവരെ, താൻ ആർക്കൊക്കെ വേണ്ടിയാണോ മരിച്ചത്, ആ മരിച്ചവരെ എല്ലാം പിതാവ് നീതീകരിച്ചിരിക്കുന്നു എന്നുള്ളതും കൂടിയാണ് അവിടെ കാണപ്പെടുന്നത് ക്രിസ്തുവിന്റെ ഉയർപ്പിലൂടെ. അതാണ് ഈ വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ യേശു ക്രിസ്തുവിൽ ആരൊക്കെ വിശ്വസിക്കുന്നുണ്ടോ അവരുടെ പാപം വഹിച്ചുകൊണ്ടാണ് കർത്താവ് മരിച്ചിരിക്കുന്നത്. അവനെ ഉയർപ്പിച്ചിരിക്കുന്നത്, അവനിൽ ക്രിസ്തുവിനെ ഉയർപ്പിച്ചിരിക്കുന്നത് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് നീതീകരണത്തിനായിട്ടാണ് ഉയർപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് 5-ാം അധ്യായം റോമാലേഖനം 5:1 പറയുന്നു, വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനം ഉണ്ട്. റോമാലേഖനം 4:6 മുതലുള്ള വാക്യത്തിൽ ദൈവം പ്രവൃത്തി കൂടാതെ നീതി കണക്കിടുന്ന മനുഷ്യന്റെ ഭാഗ്യം ദാവീദ് വർണ്ണിക്കുന്നു. അധർമ്മം മോചിച്ചും പാപം മറച്ചും കിട്ടിയവർ ഭാഗ്യവാന്മാർ, കർത്താവ് പാപം കണക്കിടാത്ത മനുഷ്യൻ ഭാഗ്യവാൻ. അപ്പോൾ എന്തിനാണ് ദൈവം നമ്മെ ഒരു നല്ല ജീവിതം വിശ്വാസത്താൽ ജീവിക്കുന്നതിന് മുമ്പ് തന്നെ നീതീകരിക്കുന്നത്? അപ്പോൾ ഒരു വിശ്വാസി പലപ്പോഴും എങ്ങനെയാണ് നീതീകരിക്കപ്പെടുന്നത്? പലപ്പോഴും പലരും വിചാരിച്ചിരിക്കുന്നത്, നമ്മൾ ഒരു നല്ല ജീവിതം ജീവിച്ച് അവസാനം ദൈവം നമ്മളെ മരണത്തിന് മുമ്പ് അല്ലെങ്കിൽ എവിടെയോ ഒരു മൊമെന്റിൽ നമ്മളെ നീതീകരിക്കുകയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ സ്വർഗത്തിൽ പോകുമ്പോൾ നീതീകരിക്കുകയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ രക്ഷിക്കപ്പെടുകയാണ്. ആ നീതിയുടെ ജീവിതം ജീവിച്ചിട്ടാണ് ദൈവം നമ്മളെ നീതീകരിക്കുന്നത്? ഒരിക്കലുമല്ല. ദൈവം നമ്മളെ നീതീകരിക്കുന്നത് പൂർണ്ണമായും വിശ്വാസത്താലാണ്. അതെന്തിനാണ് എന്നുള്ളതിനൊരു കാരണമുണ്ട്. അത് ഞാൻ അവസാനം പറയാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ ചിന്തിച്ചൂടെ, ദൈവം ആത്മാവൊക്കെ തന്നിട്ട് ഒരു നല്ല ജീവിതം നമ്മളെ കൊണ്ട് ജീവിപ്പിച്ചിട്ട് അവസാനം നമ്മളെ ആ നല്ല ജീവിതം ജീവിച്ചാൽ നമ്മളെ നീതീകരിച്ചാൽ പോരായിരുന്നു? ഇവിടെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ദൈവത്തിന്റെ ആത്മാവ് തന്നാൽ നമ്മൾ നല്ലൊരു ജീവിതമൊക്കെ ദൈവത്താൽ ജീവിക്കും. പക്ഷെ എന്തിന് ദൈവം ഇത് ആദ്യമേ നീതീകരിച്ചു എന്നുള്ളതിന്റെ കാരണം 1 കൊരിന്ത്യർ ലേഖനം അതിന്റെ 30 മുതലുള്ള വാക്യം, നിങ്ങളോ അവനാൽ ക്രിസ്തുവേശുവിൽ ഇരിക്കുന്നു, അവൻ നമുക്ക് ദൈവത്തെങ്കിൽ നിന്ന് ജ്ഞാനവും നീതിയും ശുദ്ധീകരണവും വീണ്ടെടുപ്പുമായി തീർന്നിരിക്കുന്നു. അപ്പോൾ ക്രിസ്തു എനിക്ക് ജ്ഞാനവും നീതിയും ശുദ്ധീകരണവും നീതിയായി തീർന്നിരിക്കുന്നു. 1 കൊരിന്ത്യർ ലേഖനം 1-ാം അധ്യായം 30-ാമത്തെ വാക്യം. അപ്പോൾ ക്രിസ്തു എനിക്ക് വേണ്ടി നീതിയായി തീർന്നു. ഞാൻ പറഞ്ഞത് എന്തിന് ദൈവം അങ്ങനെ ചെയ്തു? 31, പ്രശംസിക്കുന്നവൻ കർത്താവിൽ പ്രശംസിക്കട്ടെ എന്ന് എഴുതിയിരിക്കുന്നത് പോലെ ആകേണ്ടത്. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ആർക്കും സ്വയം ബോസ്റ്റ് ചെയ്യാൻ കഴിയത്തില്ല, സ്വയം പ്രശംസിക്കാൻ കഴിയത്തില്ല. കാരണം അവൻ പ്രവർത്തിക്കുന്നതിന് മുമ്പേ ദൈവം അവനെ നീതീകരിച്ചു. അപ്പോൾ എങ്ങനെയാണ് ദൈവത്തിന് മുന്നിൽ ഞാൻ നല്ല ജീവിതം ജീവിച്ചിട്ടാണ് എന്നെ ദൈവം നീതീകരിച്ചത് എന്ന് പറയുന്നത്? അപ്പോൾ പൂർണ്ണമായും ദൈവത്തിന്റെ മഹത്വത്തിനായി ആ പ്രവൃത്തി മാറുകയാണ്. നമ്മൾ കഴിഞ്ഞ ഭാഗത്തിൽ കണ്ടു, ഈ രക്ഷാകരമായ പ്രവൃത്തി പൂർണ്ണമായും ദൈവത്തിന്റെ മഹത്വത്തിനായിട്ടാണ് തീരുന്നത്. അതിന് ഡിസൈൻ ദൈവം അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ദൈവം പ്രവർത്തിക്കുന്നതിന് മുമ്പേ നമ്മളെ നീതീകരിക്കുന്നത്. എബ്രഹാമിനെ ദൈവം വിളിച്ച സമയത്തെ ദൈവം നീതീകരിച്ചു. അങ്ങനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. റോമാലേഖനം 3-ാം അധ്യായത്തില് അതിന്റെ 23 എന്നുള്ള വാക്യത്തില് ഇങ്ങനെ പറയുന്നു,
ഒരു വ്യത്യാസവുമില്ല. എല്ലാവരും പാപം ചെയ്ത് ദൈവതേജസ് ഇല്ലാതായി തീർന്നിരിക്കുന്നു. അവന്റെ കൃപയാൽ ക്രിസ്തുയേശുവിങ്കലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായി അത്ര നീതീകരിക്കപ്പെടുന്നത്. വിശ്വസിക്കുന്നവർക്ക് അവൻ തന്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. ദൈവം തന്റെ പുറമേയിൽ മുൻകഴിഞ്ഞ പാപങ്ങളെ ശിക്ഷിക്കാതെ വിടുക നിമിത്തം തന്റെ നീതിയെ പ്രദർശിപ്പാൻ താൻ നീതിമാനും യേശുവിൽ വിശ്വസിക്കുന്നവനെ നീതീകരിക്കുന്നവനും ആകേണ്ടതിന് ഇക്കാലത്ത് തന്റെ നീതിയെ പ്രദർശിപ്പാൻ തന്നെ അങ്ങനെ ചെയ്തത്. ആകയാൽ പ്രശംസ എവിടെ? അത് പോയി. ഏതു മാർഗത്താൽ? കർമ്മമാർഗത്താലോ? അല്ല, വിശ്വാസമാർഗത്താൽ അത്രേ. അങ്ങനെ മനുഷ്യൻ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തി കൂടാതെ വിശ്വാസത്താൽ തന്നെ നീതീകരിക്കപ്പെടുന്നു എന്ന് നാം അനുമാനിക്കുന്നു. പൗലോസ് പറയാണ്, ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തി കൂടാതെ വിശ്വാസത്താൽ ആണ് മനുഷ്യൻ ദൈവത്തിന്റെ മുന്നിൽ നീതീകരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇവിടെ വേറെ ചോദ്യങ്ങൾ വരും. ഇനി നമുക്ക് പാപത്തിൽ തുടരാമോ? വിശ്വാസത്താൽ ഒരിക്കൽ നീതീകരിക്കപ്പെട്ട് നമുക്ക് ഇനി പാപത്തിൽ മുന്നോട്ട് തുടങ്ങാമോ? അതൊക്കെ അടുത്ത സെക്ഷനിൽ നമുക്ക് ഉത്തരം പറയുന്നതായിരിക്കും. പക്ഷെ നമ്മൾ രക്ഷിക്കപ്പെടുന്നത്, നീതീകരിക്കപ്പെടുന്നത് പൂർണ്ണമായും ദൈവത്തിന്റെ സൗജന്യമായ ദാനത്തിലൂടെയാണ് നമുക്ക് കാണാൻ കഴിയും. ദൈവത്തിന്റെ ആത്മാവ്, അപ്പോൾ എന്നെ പുത്രനാക്കി മാറ്റുന്നത് എങ്ങനെയാണ്? ക്രിസ്തുവിന്റെ ആത്മാവ് എന്റെ ഉള്ളിൽ വരുമ്പോൾ, ദൈവത്തിന്റെ പുത്രനിലുള്ള അതേ ആത്മാവ് എന്റെ ഉള്ളിൽ വരുമ്പോൾ ഞാൻ ദൈവത്തിന്റെ പുത്രനായി മാറുകയാണ്. അതേ ക്രിസ്തുവിൽ ഞാൻ എങ്ങനെയാണ് നീതിമാനായി മാറുന്നത്? ക്രിസ്തു അനുസരണം തികച്ചിട്ട് അതേ ആത്മാവിനെ എന്നിൽ അയക്കുമ്പോൾ ആ അനുസരണം തികച്ച ക്രിസ്തുവിന്റെ ആത്മാവ് എനിക്ക് അനുസരണമായി നീതിയായി ദൈവത്തിന് മുന്നിൽ ഇരിക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ എങ്ങനെയാണ് പാപത്തിന്റെ ശിക്ഷയിൽ നിന്ന് ഒഴിവാകുന്നത്? യേശുക്രിസ്തു എനിക്ക് വേണ്ടി പാപമായി തീർന്നതിലൂടെ, ആ ശിക്ഷ ഏറ്റുവാങ്ങുന്നതിലൂടെ ഞാൻ എന്റെ ശിക്ഷയിൽ നിന്ന് മോചിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ ദൈവത്തിന്റെ മുന്നിൽ ആരെ പോലാണ് കാണുന്നത്? പുത്രനായാണ്. പുത്രന്റെ അല്ലെങ്കിൽ എനിക്ക് പകരമായി ദൈവത്തിന് മുന്നിൽ നീതിയും വിശുദ്ധീകരണമായി നിൽക്കുന്നത് പുത്രനാണ് നിൽക്കുന്നത്. അപ്പോൾ എന്റെ സ്റ്റാറ്റസ് ക്രിസ്തു തന്റെ ക്രൂശ് മരണത്തിലൂടെ മാറ്റി. ഇപ്പോൾ ഞാൻ എങ്ങനെയാണ് വിശ്വസിക്കുന്നത്? ഗലാത്യ ലേഖനം 2:20 എന്നാണ് പറയുന്നത്, ഇനി ഞാനല്ല ക്രിസ്തുവാണ് ജീവിക്കുന്നത്. അപ്പോൾ ഞാനല്ല ക്രിസ്തു ജീവിക്കുന്നു എന്ന് വിശ്വസിക്കുന്ന ഏതു മനുഷ്യനും ക്രിസ്തുവാണ് അവന് നീതിയായി തീർന്നിരിക്കുന്നത്. ക്രിസ്തുവാണ് അവന് പാപത്തിൽ നിന്ന് രക്ഷിച്ചിരിക്കുന്നത്. അവന് പകരമായി ശിക്ഷ സ്വീകരിച്ചിരിക്കുന്നതും ക്രിസ്തുവാണ്. അങ്ങനെ ക്രിസ്തു അവനെ ഒരിക്കലായി ശിക്ഷയിൽ നിന്ന് വിടുവിക്കുകയും നീതിമാനാക്കി മാറ്റുകയുമാണ് ചെയ്യുന്നത്. ഇങ്ങനെയാണ് ഒരു വ്യക്തി നീതീകരിക്കപ്പെടുന്നത്. പൂർണ്ണമായും ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ ആണ് നീതീകരിക്കപ്പെടുന്നത്. എന്തിനു വേണ്ടിയാണ്? ദൈവത്തിന്റെ മുന്നിൽ ഒരു ജഡവും പ്രശംസിക്കാതിരിക്കാൻ, ദൈവം പൂർണ്ണമായ മഹത്വം എടുക്കാൻ വേണ്ടിയാണ് അത് അങ്ങനെ സംഭവിച്ചിരിക്കുന്നത്. നമുക്കറിയാം, മഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായിട്ടാണ് ദൈവം നമ്മളെ മുന്നേമിച്ചിരിക്കുന്നത്. ഇനി എങ്ങനെയാണ് ഈ വ്യക്തികൾ ഇനി പാപത്തിൽ തുടരാമോ? നീതീകരിക്കപ്പെട്ടിട്ട് ഇനി പാപത്തിൽ തുടർന്നു കഴിഞ്ഞാൽ ഈ രക്ഷ നഷ്ടപ്പെട്ടു പോകത്തില്ലല്ലോ, നീതീകരിക്കപ്പെട്ടല്ലോ, ഇനി ഒരു കുഴപ്പമില്ലല്ലോ, അങ്ങനെയാണോ? ഇനി അതിന്റെ അടുത്ത ഭാഗം നമ്മൾ അടുത്ത സെക്ഷനിൽ സംസാരിക്കുന്നതായിരിക്കും. ദൈവം നമ്മളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ, ദൈവം നമ്മളെ സഹായിക്കട്ടെ. ദൈവത്തിന്റെ നീതിയിൽ ദൈവത്തിന് സ്തോത്രം ചെയ്ത് ഇത്ര വലിയ രക്ഷ നമുക്ക് തന്നതിനായി ദൈവത്തിന് സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.